ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും. മക്കളെ, നമ്മൾ കഴിഞ്ഞ ആഴ്ച നിങ്ങളുടെ 10ാമത്തെ പാഠം ആരംഭിച്ചു അല്ലേ? എന്തായിരുന്നു പഠിച്ചതെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? പാഠത്തിന്റെ പേര് ഓർക്കുന്നുണ്ടോ? എന്തായിരുന്നു പാഠത്തിന്റെ പേര്? കൂദാശാനുകരണങ്ങൾ. എല്ലാരും ഓർക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാ പഠിച്ചതെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്നിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യം നമ്മള് കൂദാശ എന്താണെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ 7 കൂദാശകളുടെ പേര് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മുടെ പാഠവുമായി ബന്ധപ്പെട്ട കൂദാശാനുകരണം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എല്ലാരും അത് ഓർക്കുന്നുണ്ടല്ലോ. അതേപോലെ തന്നെ ഒരു പ്രവർത്തനം തന്നായിരുന്നു നിങ്ങൾക്ക്. എല്ലാരും ചെയ്തോ? എന്റെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ എനിക്ക് ചെയ്ത് അയച്ചായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുത്തായിരുന്നോ? നിങ്ങൾ നല്ല കുട്ടികളാണ്, അതുകൊണ്ട് നിങ്ങളും ചെയ്ത് കാണും. ഇനി ചോദിക്കട്ടെ, നമ്മള് കൂദാശാനുകരണം എന്താണെന്ന് മാത്രമായിരുന്നു പഠിച്ചിരുന്നത്. അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങളൊന്നും നമ്മൾ പഠിച്ചിരുന്നുമില്ല. അപ്പൊ ഇന്ന് നമ്മള് കൂദാശാനുകരണങ്ങളെ പറ്റി കുറച്ച് ആഴത്തിൽ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പൊ എല്ലാരും റെഡിയല്ലേ? ക്ലാസ് ആരംഭിക്കാം. നമുക്ക് എങ്ങനെയാണ് ക്ലാസ് ആരംഭിക്കേണ്ടത്? ചെറിയ ഒരു പ്രാർത്ഥന. അപ്പൊ പ്രാർത്ഥനക്കായിട്ട് നമുക്ക് എല്ലാവർക്കും എഴുന്നേക്കാം. എല്ലാരും ഒന്ന് എഴുന്നേറ്റേ. എന്നിട്ട് കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് ഈ പ്രാർത്ഥന ഏറ്റു ചൊല്ലണം എല്ലാവരും. സ്നേഹ ഈശോയെ, കൂദാശകളിലൂടെ എന്നും ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഇന്ന് പഠിക്കുന്ന പാഠങ്ങൾ എന്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കണമേ. അങ്ങേ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. ഇനി എല്ലാരും കണ്ണുകൾ തുറന്നോ. നമ്മൾ കൂദാശാനുകരണം എന്ന പാഠമാണ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ? എന്തായിരുന്നു കൂദാശാനുകരണം? എല്ലാരും ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഞാൻ പറയാം, എന്റെ കൂടെ നിങ്ങളും ഇപ്പൊ ഒന്ന് ഏറ്റു പറയണം. എന്തായിരുന്നു കൂദാശാനുകരണം? ആധ്യാത്മികവും ഭൗതികവുമായ അനുഗ്രഹങ്ങൾ നമുക്കായി ദൈവത്തിൽ നിന്നും നേടിത്തരുന്നതിനു വേണ്ടി സഭ ഉപയോഗിക്കുന്ന ചില അടയാളങ്ങളും കർമ്മങ്ങളുമാണ് കൂദാശാനുകരണങ്ങൾ. ഓർത്തിരിക്കുന്നുണ്ടല്ലോ അല്ലെ? ഇനി നമ്മള് പഠിക്കേണ്ടത്, കൂദാശകൾ പഠിച്ചു. അതിനുശേഷം 7 കൂദാശകൾ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. ഇനി അതുപോലെ തന്നെ ഈ കൂദാശാനുകരണങ്ങളെ കുറിച്ച് നമുക്ക് ഇതേപോലെ പഠിക്കാനുണ്ട്. പ്രധാനമായിട്ടും 7 കർമ്മങ്ങളാണ് കൂദാശാനുകരണങ്ങളിൽ ഉള്ളത്. അതേതൊക്കെയാണ് നമുക്ക് നോക്കാം. ശരി, ഞാൻ ഓരോന്നോരോന്നായിട്ട് പറയാം. 7 എണ്ണം കൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കണം. ഒന്നാമത്തെ കൂദാശാനുകരണമാണ് സൈത്ത് ആശീർവാദം. എന്താണ് സൈത്ത് ആശീർവാദം? രണ്ടാമത്തേത് ദേവാലയ ആശീർവാദം. രണ്ടാമത്തേത് ഏതാണ്? ദേവാലയ ആശീർവാദം. ഇനി മൂന്നാമത്തേത് വ്രത വാഗ്ദാനം. മൂന്നാമത്തേത് ഏതാണ്? വ്രത വാഗ്ദാനം. നാലാമത്തേത് മൃതസംസ്കാര ശുശ്രൂഷ. നാലാമത്തേത് ഏതാണ്? മൃതസംസ്കാര ശുശ്രൂഷ. അഞ്ചാമത്തേത് തിരുസ്വരൂപങ്ങൾ. അഞ്ചാമത്തേത് ഏതാണ്? തിരുസ്വരൂപങ്ങൾ. ആറാമത്തേത് വെഞ്ചരിപ്പ്. ആറാമത്തേത് ഏതാണ്? വെഞ്ചരിപ്പ്. ഏഴാമത്തേത് ഭക്ത്യാഭ്യാസങ്ങൾ.
ഏഴാമത്തത് ഏതാണ്? ഭക്ത്യാഭ്യാസങ്ങൾ. ഇങ്ങനെ 7 കൂദാശാനുകരണങ്ങളാണ് നമുക്കുള്ളത്. 7 കൂദാശകളുമുണ്ട്, അതേപോലെ തന്നെ പ്രധാനപ്പെട്ട 7 കൂദാശാനുകരണങ്ങളുമുണ്ട്. ഇനി ഇത് ഓരോന്നിനെ കുറിച്ചാണ് നമ്മൾ ഇനി പ്രത്യേകം പഠിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇതെന്തുകൊണ്ടാണ് ഇതിന് കൂദാശാനുകരണം എന്ന് പേര് വരാൻ കാരണം, അല്ലെ? അങ്ങനെ ഒരു സംശയം നിങ്ങളുടെ മനസ്സിലില്ലേ? അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ, നമ്മുടെ കൂദാശകളുമായിട്ട് ചില സാമ്യങ്ങൾ ഈ കർമ്മങ്ങൾക്ക് ഉണ്ട്. നമ്മുടെ കൂദാശകളുമായി ചില സാമ്യങ്ങൾ ഈ കർമ്മങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഇവയെ ഈ കർമ്മങ്ങളെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കൂദാശാനുകരണങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ 7 കൂദാശാനുകരണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇനി ഒന്നാമത്തെ ഏതായിരുന്നു? സൈത്ത് ആശീർവാദം. അതെന്താന്ന് നമുക്ക് നോക്കിയാലോ. സൈത്ത് ആശീർവാദം എന്നാൽ നമ്മുടെ കൂദാശാനുകരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇത് പെസഹ വ്യാഴാഴ്ചയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സൈത്ത് ആശീർവാദ കർമ്മം നടക്കുന്നത്. ഇത് ആശീർവദിക്കുന്നത് മെത്രാനാണ്. അപ്പൊ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർത്തിരിക്കുക. സൈത്താശീർവാദ കർമ്മം നടക്കുന്നത് എന്നാണ്? പെസഹ വ്യാഴാഴ്ച. ഈ കർമ്മം നടത്തുന്നത് ആരാണ്? നമ്മുടെ മെത്രാന്മാര് ആയിരിക്കും. നമ്മുടെ ജ്ഞാനസ്നാനം, തിരുപ്പട്ടം, ഈ കൂദാശ പരികർമ്മങ്ങളിലെല്ലാം സൈത്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ജ്ഞാനസ്നാനം, തിരുപ്പട്ടം എന്നീ കൂദാശകള് പരിക്രമം ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ സൈത്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഒന്നാമത്തെ കൂദാശാനുകരണമാണ് സൈത്ത് ആശീർവാദം. ഇനി രണ്ടാമത്തെ കൂദാശാനുകരണം ഏതായിരുന്നു? ഏതാണ്? ദേവാലയ ആശീർവാദം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ദൈവത്തിന്റെ വാസസ്ഥലമാണ് എന്ത്? ദേവാലയം. അപ്പൊ അതെപ്പോഴും എങ്ങനെയായിരിക്കണം? വിശുദ്ധിയോടെ ആയിരിക്കണം, അല്ലെ? അപ്പോ പുതിയൊരു ദേവാലയം പണി കഴിപ്പിച്ചു കഴിയുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ അത് ആശീർവദിക്കണം. അങ്ങനെ ദേവാലയം ആശീർവദിക്കുന്നത് സാധാരണ രീതിയിൽ ആരാണ്? മെത്രാന്മാരോ അല്ലെങ്കിൽ വൈദികരൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുക? ഇത് ആശീർവദിക്കുക. അതിന്റെ പിന്നിലുള്ള കാരണം എന്താണ്? ദൈവത്തിന്റെ ആലയം എപ്പോഴും വിശുദ്ധിയുള്ളതായിരിക്കണം. അപ്പൊ ഈ കൂദാശാനുകരണങ്ങളിലൂടെ, ആശീർവാദത്തിലൂടെ ദേവാലയം എന്ത് ചെയ്യപ്പെടുന്നു? വിശുദ്ധീകരിക്കപ്പെടുന്നു. മനസ്സിലായോ എന്തിനാണ് ഇപ്പൊ ദേവാലയമൊക്കെ വെഞ്ചരിക്കുകയും ആശീർവദിക്കുകയൊക്കെ ചെയ്യുന്നതിന്റെ പിന്നിലുള്ള കാരണം? അപ്പൊ നമ്മള് 2 കാര്യങ്ങൾ നോക്കി. ഇനി മൂന്നാമത്തെ കൂദാശാനുകരണം ഏതാണ്? മൂന്നാമത്തെ കൂദാശാനുകരണമായിട്ട് പറഞ്ഞത് അതെ, വ്രത വാഗ്ദാനം. മക്കളെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്കറിയോ ആരാണ് സന്യസ്തര്? സന്യസ്തർ എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ആരാണ് സന്യസ്തര്? നമ്മുടെ വൈദികരെയും സിസ്റ്റേഴ്സിനെയും എല്ലാം ചേർത്താണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സന്യസ്തർ എന്ന് വിളിക്കുന്നത്. ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ നിങ്ങൾക്ക് അറിയോ? എന്താണ്? അനുസരണ, ബ്രഹ്മചര്യം, ദാരിദ്ര്യം എന്നീ 3 വ്രതങ്ങളിലൂടെ ദൈവത്തിന് സ്വയം സമർപ്പിക്കപ്പെട്ട വ്യക്തികളാണ് സന്യസ്തര്. എന്താണ്? അനുസരണം, ബ്രഹ്മചര്യം, ദാരിദ്ര്യം എന്നീ 3 വ്രതങ്ങളിലൂടെ ദൈവത്തിന് സ്വയം സമർപ്പിക്കപ്പെട്ടവരാണ് ഈ സന്യസ്തര്. അതുകൊണ്ട് തന്നെ എന്താണ്? ഇവരെ വ്രതവാഗ്ദാനത്തിലൂടെ വിശുദ്ധീകരിച്ച് സഭ ദൈവത്തിന് ഇവരെ സമർപ്പിക്കുകയാണ്. ആ കർമ്മമാണ് എന്ത്? വ്രത വാഗ്ദാനം. മനസ്സിലായോ? അപ്പൊ ഒന്നാമത്തത് സൈത്ത് ആശീർവാദം, രണ്ടാമത്തത് എന്തായിരുന്നു? ദേവാലയ ആശീർവാദം, മൂന്നാമത്തത് വ്രതവാഗ്ദാനം. ഇനി 4ാമത്തെ കൂദാശാനുകരണം പറയട്ടെ. 4ാമത്തേതാണ് മൃതസംസ്കാര ശുശ്രൂഷ.
മൃതസംസ്കാര ശുശ്രൂഷ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലെ? നമ്മുടെ കുടുംബങ്ങളിലോ അല്ലെ അയൽപക്കത്തോ എവിടെയെങ്കിലും ഒരു മരണം സംഭവിച്ചു കഴിയുമ്പോൾ അതേ തുടർന്ന് നടക്കുന്ന കർമ്മങ്ങളാണ് എന്ത്? മൃതസംസ്കാര ശുശ്രൂഷ. അതെന്തിനായിരിക്കും എന്ന് നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? അതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. എന്താന്ന് വെച്ചാൽ യേശുവിന്റെ പെസഹ രഹസ്യത്തിലൂടെ വീണ്ടെടുത്ത ക്രിസ്തു ശിഷ്യന്റെ മരണത്തിൽ സഭയും നമ്മളോടൊപ്പം പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നതിന്റെ തെളിവാണ് എന്ത്? മൃതസംസ്കാര ശുശ്രൂഷകൾ. മനസ്സിലായോ? അപ്പോ നമ്മൾ ഇതൊക്കെ നിസ്സാരമായിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇതൊന്നും അത്ര നിസ്സാരമല്ല. ഇതിനെല്ലാം ഓരോ അർത്ഥതലങ്ങളുണ്ട്. അതെപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങള് ഞാൻ ഒന്നുകൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് നമ്മള് കൂദാശാനുകരണം നോക്കി. അത് കഴിഞ്ഞ് എത്ര കൂദാശാനുകരണങ്ങളാണ് ഉള്ളതെന്ന് നോക്കി. അതില് ആദ്യത്തെ 4 എണ്ണമാണ് നമ്മളിപ്പോ എന്താ ചെയ്തത്? ക്ലാസ്സിൽ പഠിച്ചത്. അത് ഏതൊക്കെയായിരുന്നു? സൈത്താശീർവാദം, ദേവാലയാശീർവാദം, വ്രതവാഗ്ദാനം, മൃതസംസ്കാര ശുശ്രൂഷ. ഇത്രയും എല്ലാവരും ഓർത്തിരിക്കുന്നുണ്ടല്ലോ. എന്നാൽ ഞാൻ ഇന്നൊരു പ്രവർത്തനം നിങ്ങൾക്ക് തരാം. നിങ്ങളുടെ പാഠപുസ്തകത്തില് പേജ് നമ്പർ 65 65 ഒരു ചേരുംപടി ചേർക്കാനുണ്ട്. എല്ലാരും ബുക്ക് എടുത്തൊന്ന് നോക്കിക്കേ. ഏറ്റവും സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ അതിന്റെ ഉത്തരങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകും. പേജ് നമ്പർ 65 65 എല്ലാരും ഒന്ന് എടുത്ത് നോക്കിക്കേ. കാണുന്നുണ്ടോ? നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ചേരുംപടി ചേർക്കാനാണ്. എല്ലാവർക്കും അറിയാമല്ലോ ചേരുംപടി ചേർക്കുക. മാച്ച് ദ ഫോളോയിങ്. അതാണ് ഇന്നത്തെ പ്രവർത്തനം. അപ്പൊ ഇന്ന് തന്നെ എല്ലാവരും, നിങ്ങൾക്ക് 5 മിനിറ്റത്തെ കാര്യം പോലും ഇല്ല. നിങ്ങള് ഏറ്റവും വേഗം പെൻസിലോ പേനയോ എന്തെങ്കിലും എടുത്ത് എന്ത് ചെയ്യണം? ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം ഒന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം നോട്ട്ബുക്കിലേക്ക് ഒന്ന് പകർത്തി എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കണം. അപ്പൊ എല്ലാരും മറക്കാതെ ചെയ്യുവോ? എല്ലാരും ചെയ്തേക്കണം കേട്ടോ. എന്താ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. എന്നാൽ എല്ലാ മക്കളും പ്രാർത്ഥനക്കായിട്ട് എഴുന്നേറ്റ് കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് നിങ്ങള് പ്രാർത്ഥനക്കായിട്ട് ഒരുങ്ങുക. കാരുണ്യവാനായ യേശുവേ, കൂദാശാനുകരണങ്ങളിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന വിശുദ്ധിയിൽ നല്ല മക്കളായി വളരാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.